ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. വ്യാഴാഴ്ച 2026 ഏപ്രിൽ 9 16 കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ഓരോ പൗരൻ്റെയും ജനാധിപത്യാവകാശം. 3471 പോളിംഗ് സ്റ്റേഷനുകൾ, 2,70,00,000 വോട്ടർമാർ, 4,24,000 പുതിയ വോട്ടർമാർ, 100 വയസ്സിന് മുകളിലുള്ളവർ 1,571 വോട്ടർമാർ. 2021 മത്സരിച്ചത് 950 മുകളിലുള്ള സ്ഥാനാർത്ഥികൾ. 2026 890 സ്ഥാനാർത്ഥികൾ. 2021 തെരഞ്ഞെടുപ്പിൽ രണ്ടക്ക സംഖ്യയും 1500 ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ചവർ. കേരള സംസ്ഥാന BJP അധ്യക്ഷൻ കാസർഗോഡ് മത്സരിച്ച് പരാജയപ്പെട്ടത് 70 വോട്ടിന്. 2021 140 നിയമസഭാ സീറ്റിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPIM 58 സീറ്റ് നേടി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് ശേഷം 2016 മുതൽ 2026 വരെ 10 വർഷത്തെ LDFിൻ്റെ ഭരണം. കേരളത്തിൽ 1,00,000 കോടിക്ക് മുകളിൽ കിഫ്ബി വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, വീടുകൾ, കെട്ടിടങ്ങൾ, ഗ്യാസ് ലൈൻ പൈപ്പ് പദ്ധതി, വൈദ്യുതി തടസ്സമില്ലാതെ കുടിവെള്ള വിതരണം, സർക്കാരിൻ്റെ സ്കൂളുകളിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, സർക്കാരിൻ്റെ ശ്രമഫലമായി അഴിമതികൾ കുറയുകയും ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും. കേരളത്തിൽ ഇടതുപക്ഷത്തു നിന്നും പുറത്തേക്ക് പോയി സ്വതന്ത്രന്മാരായി മത്സരിക്കുന്നവർ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ G. സുധാകരൻ ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസ് പിന്തുണയോടെ. കുഞ്ഞികൃഷ്ണൻ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് ഓഡിറ്റ് ചെയ്തയാൾ. T. ഗോവിന്ദൻ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയതിൽ. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏക പോളിറ്റ് ബ്യൂറോ അംഗ മത്സരാർത്ഥി. വീണ്ടും തുടർച്ചയായി മത്സരത്തിൽ. നിലവിലെ മന്ത്രിമാരും MLAമാരും. മുഖ്യമന്ത്രി മകളുടെ ഭർത്താവും ബേപ്പൂരിലെ നിലവിലെ MLAയും ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ നിലവിലെ LDFിൽ അംഗമായിരിക്കുകയും രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി ഉപതെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ PV അൻവർ UDFിൻ്റെ പിന്തുണയോടെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ. ഇടതുപക്ഷത്തിൻ്റെ ഭരണ സമയത്ത് മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തമ്മിൽ വൈസ് ചാൻസലർ തർക്കങ്ങളിൽ പോരു നടന്നിരുന്നു. SFIയുടെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേക സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ നിന്നും ഒരു നേതാവ് KV തോമസ്, മുൻ കേന്ദ്രമന്ത്രിയും ഭക്ഷ്യസുരക്ഷാ മന്ത്രിയുമായ KV തോമസ് പ്രത്യേക പദവിയിൽ ഡൽഹിയിൽ. കോൺഗ്രസ് ടീം UDF ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടി MPമാർക്ക് സീറ്റ് നൽകാതെ. ഭരണം ലഭിച്ചാൽ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ യാത്ര സൗജന്യമായി നൽകുമെന്നും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും വാഗ്ദാനം ചെയ്യുമ്പോൾ കേരയിൽ പദ്ധതി നടപ്പാക്കില്ലെന്നും. ഇടതുപക്ഷ സർക്കാരിൻ്റെ കേരയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ വൻ പ്രതിഷേധം ഇടയാക്കിയിരുന്നു. ടീം UDFിന് CSSBയുടെ പിന്തുണ ലഭിക്കാൻ സാധ്യത. കന്യാകുമാരി ജില്ലയിലുള്ള CSIയുടെ സഭാ നേതാവിന് തമിഴ്നാട് കോൺഗ്രസിൽ മത്സരിക്കാൻ സീറ്റ്. കോൺഗ്രസ്
BJPയിൽ നിന്നും രാജിവെച്ചെത്തിയ സന്ദീപ് വാര്യറിന് സീറ്റ് ലഭിച്ചു. BJPയുടെ പ്രകടന പത്രികയിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുമെന്നും കേരളത്തിലെ പാവപ്പെട്ട എല്ലാവർക്കും 2 LPG ഗ്യാസ് സിലിണ്ടർ സൗജന്യമായി നൽകുമെന്നും പാവപ്പെട്ട എല്ലാവർക്കും കുടിവെള്ള വിതരണം സൗജന്യമായിരിക്കുമെന്നും പാവപ്പെട്ട എല്ലാവർക്കും 2500 രൂപയുടെ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ കാർഡ് നൽകുമെന്നും എയിംസ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും 3000 രൂപ പെൻഷൻ നൽകുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽ പദ്ധതി, കോഴിക്കോട് വരെ മെട്രോ റെയിൽ, അതിനൂതന എയിംസ് പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മത്സരിക്കുന്ന BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച് ജയിച്ചാൽ മണ്ഡലത്തിലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. പ്രചാരണങ്ങൾക്കായി പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിരുന്നു. പ്രസംഗങ്ങളും റോഡ് ഷോകളും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മറ്റ് കൊള്ളകൾ BJP അധികാരത്തിലെത്തിയാൽ അന്വേഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഒരു MP, തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ കൈകളിൽ. കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്, തിരുവനന്തപുരത്ത് നേമത്തെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന BJP അധ്യക്ഷൻ, വട്ടിയൂർക്കാവിൽ DGP R ശ്രീലേഖ, തിരുവനന്തപുരം കോർപ്പറേഷൻ മെമ്പർ K മുരളീധരൻ, തൃശ്ശൂരിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളും ലീഡറുടെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയുടെ സീറ്റിൽ. യൂട്യൂബറായ ചെകുത്താനും മത്സരത്തിൽ. ഏപ്രിൽ 9 നടക്കുന്ന വിധിയെഴുത്തിൻ്റെ മത്സരഫലം മെയ് 4 അറിയാം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിനുവേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്